ജമാഅത്ത് ഇസ്ലാമിയുടെ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട, അതോടൊപ്പം തന്നെ ബിദഅത്തുകളുമായി ബന്ധപ്പെട്ട അവരുടെ ആദർശ പാപ്പരത്വമാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. ജമാഅത്തിൻ്റെ മാറി മറിഞ്ഞു വരുന്ന പോളിസികളും അവിവേകമായി ഇതുപോലെ എഴുതിവിടുന്ന വാചക കസർത്തുകളുമല്ല യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത്. ഒരു കാലത്ത് എഴുതിയതും പ്രചരിപ്പിച്ചതുമായ കാര്യങ്ങളെല്ലാം മായ്ച്ചു കളഞ്ഞ് ഒരു നിലനിൽപ്പിനുള്ള പോരാട്ടം നടത്തുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അവരുടെ ഈ ഒരു പോരാട്ടത്തിനിടയിൽ ഇസ്ലാമിക പ്രമാണങ്ങളും അതിൻ്റെ മൂല്യങ്ങളും അതൊന്നും ഒരു പക്ഷേ ഇവർക്ക് മുറുകെ പിടിക്കാൻ സാധിക്കണമെന്നില്ല. അതുകൊണ്ടാണ് പല വിധത്തിലുള്ള ഇരട്ട പ്രസ്താവനകൾ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കന്മാർക്ക് സമൂഹത്തോട് ഇന്നും വിളിച്ചു പറയേണ്ട ഒരു ഗതികേട് വന്നിരിക്കുന്നത്. ഇതിനിടയിൽ ജമാഅത്ത് ഇസ്ലാമിയെ വിശ്വസിച്ചുകൊണ്ട് അവരെ അനുഗമിക്കുന്ന സുഹൃത്തുക്കളുണ്ട് എങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട അവൻ്റെ ദീനിനെയോ അവൻ്റെ പ്രവാചകനെയോ അല്ല നിങ്ങൾ പിൻപറ്റുന്നത്, മറിച്ച് കൃത്രിമമായിട്ടുള്ള ഒരു മതത്തെയാണ് നിങ്ങൾ പിൻപറ്റുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ ആത്മാർത്ഥമായി കൊണ്ട് നിങ്ങൾ നടത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ.